ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കമൻ്റായിട്ട് കിട്ടിയിരിക്കുന്ന കുറച്ച് ഡൗട്ട്സിൻ്റെ ക്ലാരിഫിക്കേഷൻ നോക്കാം. ആദ്യത്തേത് രാഹുൽ രാമചന്ദ്രൻ 8326 എന്ന അക്കൗണ്ടിൽ നിന്നുമുള്ള ഉള്ള ഡൗട്ടാണ്. മാം, എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഹൈ ലെവൽ സോൾമേറ്റിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, ഇതിനെ സംബന്ധിച്ചാണ് ഡൗട്ട്. ആക്ച്വലി TF ജേർണിയിൽ വന്നാൽ പിന്നെ നമുക്ക് യാതൊരു റിലേഷൻഷിപ്പും വർക്കൗട്ട് ആകില്ല എന്നാണോ മാം ആ വീഡിയോയിൽ പറയുന്ന പോലുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ റിലേഷൻഷിപ്പും നമ്മളെ ട്രിഗർ ചെയ്യാനാണോ വരുന്നത്, അതോ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യാനാണോ? ആഫ്റ്റർ 2 years ഒരു പെൺകുട്ടിയെ ഇഷ്ടമായതാണ്. പുള്ളിക്കാരി ഞാനും തമ്മിൽ ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. ഞാൻ വിചാരിച്ചത് ഇതായിരിക്കും എൻ്റെ DF എന്നാണ്. ഈ വീഡിയോ കണ്ടപ്പോൾ പിന്നെയും ഡൗട്ട് ആയി. രാഹുൽ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, TF ജേർണിയിൽ വന്നാൽ നമുക്ക് യാതൊരു റിലേഷൻഷിപ്പും വർക്കൗട്ട് ആകില്ല എന്നാണോ പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാഹുൽ, ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് ഒരു സോൾ കണക്ഷനാണ്. നമ്മുടെ സോളിൻ്റെ ഇനിയൊരു പാർട്ട്, ഇനിയൊരു ബ്ലൂ പ്രിൻ്റ് ഇനിയൊരു ബോഡിയിലുള്ളതാണ് അല്ലേ. അത് ഒരു ജെൻഡർ ബേസ്ഡ് ഒന്നും ആവണമെന്നില്ല. സെയിം ജെൻഡറുമാവാം. മസ്കുലൈൻ ഒരു ആണിൽ ഫെമിനൈൻ്റെ എനർജി ആവാം, പെണ്ണിൽ മസ്കുലൈൻ്റെ എനർജി ആവാം. ഇങ്ങനെയൊക്കെയും വൈസ് വേഴ്സ വരുന്നുണ്ട്. എനർജറ്റിക്കൽ കണക്ഷനാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സോൾ കോൺട്രാക്റ്റ് വേറൊരു റിലേഷൻഷിപ്പിൽ, അതായത് ഇനിയൊരു സോളിനോട്, ഇത് സെയിം സോളാണ്, നമ്മളുടെ എനർജറ്റിക് കണക്ഷനാണ് ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ. നമുക്കൊരിക്കലും നമ്മളുടെ ട്വിൻ ഫ്ലെയിമിനെ മറക്കാൻ പറ്റില്ല. പിന്നെ ഒരു ഫ്രണ്ടായിട്ടും കണക്കാക്കാൻ പറ്റില്ല. കാരണം ട്വിൻ ഫ്ലെയിം എപ്പോഴും ട്വിൻ ഫ്ലെയിം തന്നെയാണ്, നമ്മളുടെ ഒരു അതർ ഹാഫാണ്, കൗണ്ടർ പാർട്ടാണ്. അപ്പോൾ ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ, ഞങ്ങളപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ ട്വിൻ ഫ്ലെയിമുമായിട്ട് എന്നുള്ളതാണ്. ഈ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇനിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ ഫെമിനൈൻ എനർജിയുടെ ചോയ്സാണ്. കാരണം ഈ ഒരു അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ ഫെമിനൈൻ എനർജിക്ക് അറിയാം ഇനിയൊരു ആളെ, അതായത് അതുവരെയുള്ള ഒരു കാർമിക് റിലേഷൻഷിപ്പ് പോലും അവർക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. എന്നാൽ അവിടെ ഒരു സോൾ എഗ്രിമെൻ്റ് കാണും ഇല്ലേ. ആ അതർ സോളുമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ അനുസരിച്ച് അതുവരെയുള്ള കാർമിക് റിലേഷനിൽ തുടരും. അവിടെ പലപ്പോഴും ഡിവൈൻ ചോയ്സ് കൊടുത്തിട്ടും അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് കൊണ്ട്, സൊസൈറ്റിയുടെ കണ്ടീഷനിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കാരണം നമ്മൾ അതിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ പെയിൻ കിട്ടുകയും ചെയ്യും, നമുക്ക് അതങ്ങനെ ബ്ലോക്സ് ആയിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ചോയ്സ് ഡിവൈൻ ഫെമിനൈൻ്റെ ചോയ്സും സോൾ എഗ്രിമെൻറ്റും. കാരണം സോൾ എഗ്രിമെൻറ്റ് കഴിഞ്ഞെങ്കിൽ ഡിവൈൻ ഇൻ്റർവെൻഷനായിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സ്റ്റിൽ ആ പെയിനിലാണ് ഫെമിനൈൻ എനർജി ജീവിക്കാൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് പിന്നെ ഫെമിനൈൻ എനർജിയുടെ ചോയ്സാണ്. അപ്പോൾ നമ്മൾ ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇന്നർ വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പം നമ്മുടെ വൈബ്രേഷൻസ് ഹൈ ആവും. അടുത്ത സിനാരിയോ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ലൈഫിലേക്ക് ഒരു പക്ഷേ ആരെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും. പക്ഷേ അവിടെ കാർമിക് ഒരിക്കലും വരില്ല. നമുക്കൊരു ഹൈ ലെവലിലുള്ള സോൾമേറ്റ് ആയിരിക്കും വരുന്നത്. എന്നാൽ എപ്പോഴൊക്കെയാണോ നമ്മൾ അവരോട് അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നത്, അപ്പോഴൊക്കെയും അവരെന്നല്ല, ഏതൊരു റിലേഷനും ഏതൊരു സോളിനോടും നമ്മൾ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നത്, അതൊരു ലവ് റിലേഷൻഷിപ്പ് എന്നല്ല, നമ്മളുടെ ചുറ്റും നമ്മുടെ ഫാമിലിയിലുള്ളവരായിക്കോട്ടെ, നമ്മുടെ മക്കളായിക്കോട്ടെ, നമ്മുടെ സ്പൗസ് ആയിക്കോട്ടെ, നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അത് ഏതൊരു സോളും ആയിക്കോട്ടെ, അറ്റാച്ച്മെൻറ്റ് കാണിക്കുമ്പോഴൊക്കെയും നമുക്കവിടെ പെയിൻ കിട്ടും. അവിടെ ലെസൺ തരും, ആ സോളായിട്ട് നമുക്ക് ലെസൺ തരികയും ചെയ്യും. എന്നാൽ ഒരു പക്ഷേ നമുക്ക് ഈ സോൾ കോൺട്രാക്റ്റിൽ ഒരു ഹൈ ലെവൽ സോൾമേറ്റുമായിട്ടൊരു കല്യാണം അല്ലെങ്കിൽ 3D ലെവലിലുള്ള ഒരു മാരേജ് ഡെസ്റ്റൈൻഡ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കും. പക്ഷേ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ട്വിൻ ഫ്ലെയിം പർപ്പസിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും. നമ്മൾ ഇന്നർ വർക്ക് ചെയ്ത് ഹീലിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാൻ വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആ എൻട്രി വരുന്ന സമയത്ത് നമ്മളൊരു ഹൈ വൈബ്രേഷനിലാണെങ്കിൽ മാത്രമേ ഇങ്ങനെ നടക്കുകയുള്ളൂ.
രാഹുലിൻ്റെ ക്വസ്റ്റ്യനുള്ള ആൻസർ തന്നുവെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് രാധിക _NZ5IT എന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. മാം, പെർമനൻറ്റ് യൂണിയന് മുന്നേ DF സെപ്പറേഷൻ ചൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്താൽ പിന്നെ എന്തായിരിക്കും? ഞാൻ കുറച്ച് ദിവസമായി എൻ്റെ തന്നെ മാരേജ് ഡ്രീമിൽ കാണുന്നു. ഹെഡേക്ക് ഉണ്ട്, ത്രോട്ട് അടഞ്ഞു, സൗണ്ട് കുറഞ്ഞു. ഇത് DMൻ്റെ എനർജിയാണോ? ശിവശക്തി എന്ന് പല സ്ഥാനങ്ങളിൽ കണ്ടു. ഏഞ്ചൽസ്, മിറക്കിൾ എന്നും ഒക്കെ കാണുന്നു. രാധിക, പെർമനൻറ്റ് യൂണിയന് മുന്നേ DF സെപ്പറേഷൻ ചൂസ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? അതായത് അവിടെ ആദ്യം വരുന്നത് നമ്മൾ DMന് ഒരു സ്പേസ് കൊടുക്കുകയാണ്, ടൈം കൊടുക്കുകയാണ്. ഇവിടെ സെപ്പറേഷൻ ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ മെസ്സേജ് അയക്കുന്നില്ല, ഫോൺ ചെയ്യുന്നില്ല, അവരെ അതായത് ചേസും ചെയ്യുന്നില്ല. എന്നാൽ എനർജറ്റിക്കലി നമ്മൾ 24 മണിക്കൂറും അവരെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അത് സെപ്പറേഷൻ ആവില്ല. നമുക്ക് ആ ഒരു എനർജി അവരെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ പറ്റില്ല. ആ ഒരു എനർജി വന്നു എന്ന് വിചാരിച്ചാൽ ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് ഒരു സമയം കൊടുത്തിട്ട് അതിനെ ഫീൽ ആവുക, ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ്. എനർജറ്റിക്കലി ഡിറ്റാച്ച് ആവുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എനർജറ്റിക്കലിയും നമ്മൾ ഡിറ്റാച്ച് ആയി കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു സെപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പവർ, നമ്മളുടെ ആ ഒരു എനർജി നമ്മൾ ടേക്ക് ബാക്ക് ചെയ്തിട്ട് നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം, നമ്മളുടെ ഹീലിംഗ് പ്രോപ്പറായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. ഇന്നർ വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. നമ്മളുടെ കാര്യങ്ങളിലേക്ക്, നമ്മളുടെ ഗോൾ എന്താണ്, നമ്മളുടെ ഒരു പർപ്പസ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും. നമ്മളുടെ ഉള്ളിൽ നിന്നും തന്നെ ആ ഒരു ആൻസേഴ്സ് കിട്ടിത്തുടങ്ങും. ഇതേ സമയം ശരിക്കും നമ്മൾ ടൈമും സ്പേസും ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ DMൻ്റെ അവേക്കനിങ് തുടങ്ങും. അതെങ്ങനെയാണ്? നമ്മൾ ഔട്ടർ റിയാലിറ്റിയിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫെമിനൈൻ എനർജിയുടെ അഭാവം അവർക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഫീൽ ആവും. അതായത് ആ ഇന്നർ ഫെമിനൈൻ അവരുടെ ഇംബാലൻസ് ആവുകയും ശരിക്കും പറഞ്ഞാൽ അവരുടെ അവേക്കനിങ്ങിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മളുടെ എനർജിയാണ്. എല്ലായ്പ്പോഴും നമ്മൾ ആ എനർജി സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവരെ 3D ലെവലിൽ തന്നെ ജീവിക്കുന്നുണ്ട്. അവരുടെ ഹയർ സെൽഫിലേക്ക് അവർ കണക്റ്റ് ആവാറില്ല. അപ്പോൾ അത് കണക്റ്റായി അവർക്ക് അവേക്കൻ ആവാനുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ചാൻസ് നമ്മൾ കൊടുക്കുന്നു. അതിലൂടെ ശരിക്കും നമ്മളുടെ ഒരു പർപ്പസാണ് നമ്മുടെ DMൻ്റെ അവേക്കനിങ്ങിനും ഡിവൈന് സറണ്ടർ ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളത്. അതിലേക്ക് വന്ന് നമ്മൾ പെർമനൻറ്റ് യൂണിയനിലേക്ക് വന്ന് നമ്മുടെ പർപ്പസിലേക്ക് വരാൻ പറ്റും. ഇവിടെ ക്ഷമയും സറണ്ടറും ട്രസ്റ്റുമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് കുറേ സയൻസിൻ്റെ കാര്യമാണ്. മാരേജ് ഡ്രീമിൽ കാണുന്നു, ഹെഡേക്ക് ഉണ്ട്. ഹെഡേക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ എനർജീസ് ഹെവി ആയതുകൊണ്ട് തന്നെ ക്രൗൺ ചക്രയിൽ ആക്ടിവേഷൻ നടക്കുന്നുണ്ട് കുറേ DFസിൻ്റെ. അതിൻ്റെ ഒരു സിംറ്റം ആയിരിക്കാനാണ് സാധ്യത. മാരേജ്, പിന്നെ ശിവശക്തിയുടെ പല സൈൻസ്, ഏഞ്ചൽസ്, മിറക്കിൾസ് എന്നൊക്കെ കാണുന്നത് യൂണിയൻ്റെ ഒരു സൈനാണ്. എന്നാൽ യൂണിയൻ്റെ സൈന് പലപ്പോഴും ഡിവൈന് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് തരുന്നത്. അതായത് നമ്മൾ പിന്നെ ഒരു ചേസിങ് എനർജിയിലേക്ക് ഈ സമയത്ത് പോയാൽ പിന്നെയും യൂണിയൻ അല്ലെങ്കിൽ റീയൂണിയൻ ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സയൻസ് കാണുമ്പോൾ താങ്ക് യു പറയുക, ലെറ്റ് ഗോ ചെയ്യുക ആൻഡ് സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് നമുക്ക് തന്നിട്ടുള്ള പർപ്പസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനിയൊരു അക്കൗണ്ടിൽ നിന്നും സെയിം ലൈവിൻ്റെ താഴെയായിട്ട് ഇനിയൊരു കമൻ്റ് ഉണ്ടായിരുന്നു. അക്കൗണ്ടിൻ്റെ പേര് ഓർക്കുന്നില്ല, സോറി മാം. നമ്മുടെ ശരീരത്തിൽ സ്പിരിച്വൽ എനർജി കൂടുതലായി റിസീവ് ചെയ്താൽ സെക്ഷുവൽ എനർജി നമ്മുടെ ശരീരത്തിൽ കൂടുതലാവുമോ എന്നുള്ളതാണ്. നമ്മളൊരു പക്ഷേ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ നമ്മളുടെ വൈബ്രേഷൻ ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്ഷുവൽ എനർജിയും ഹൈ ആയിരിക്കും. അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ എന്താണ് ശരിക്കും ചെയ്യുന്നത്? നമ്മുടെ റൂട്ട് ചക്രയിൽ ഉള്ള സെക്ഷുവൽ എനർജീനെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതായത് ഈ 7 എനർജറ്റിക് സെൻറ്റേഴ്സിലൂടെ പാസ് ഓൺ ചെയ്ത് ക്ലിയർ ചെയ്യുമ്പോഴാണ് നമ്മളുടെ കുണ്ടലിനി ശക്തി ആക്ടിവേറ്റ് ആവുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നർ വർക്കൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്പിരിച്വൽ
എനർജി കൂടുതലായിട്ട് റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് സെക്ഷൽ എനർജി കൂടുകയല്ല ചെയ്യുന്നത്. നമ്മൾ ആ ഒരു സെക്ഷൽ എനർജി നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ള ആ ഒരു സെക്ഷൽ എനർജീനെ നമ്മുടെ എനർജറ്റിക് സെൻറ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഒരു ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള മിറക്കിൾസ്, അതായത് ഇതങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്താണ് മാനിഫെസ്റ്റേഴ്സായി. അപ്പോൾ നമ്മുടെ ലൈഫിൽ മിറക്കിൾസ് കാണാനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് ആ ഗോൾസിനെ അച്ചീവ് ചെയ്യാനായിട്ട് ഈ സെക്ഷൽ എനർജീനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റീവ് സൈഡിൽ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുന്നതുകൊണ്ടോ സ്പിരിച്വൽ ഗ്രോത്ത് ആവുന്നതുകൊണ്ടോ സെക്ഷൽ എനർജി കൂടുകയല്ല ചെയ്യുന്നത്. അതിനെ നമ്മൾ ആ ഒരു എനർജീനെ നമ്മൾ ഇനിയൊരു കാര്യത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ബെറ്റർമെൻറ്റ്, നമ്മുടെ സൊസൈറ്റിയുടെ ബെറ്റർമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ മദർ എർത്തിൻ്റെ വൈബ്രേഷനൊക്കെ കൂട്ടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന ഡൗട്ട്സിൻ്റെ ഉത്തരങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.